ഹബേമൂസ് പാപ്പ, നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി നമ്മളത് കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി വെള്ളപ്പുക കണ്ടു, പ്രഖ്യാപനവും വന്നു. നമ്മുടെ പാപ്പയായി 267ാമത്തെ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അമേരിക്കക്കാരനായ, എന്നാൽ ഒരു ദരിദ്ര രാജ്യമായ പെറുവിൽ പ്രവർത്തിച്ച റോബർട്ട് ഫ്രാൻസിസ് പെരവോസ്റ്റ് എന്ന് പറയുന്ന കർദിനാളാണ്. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നാമം ലിയോ 14 മാർപ്പാപ്പ എന്നാണ്. ലിയോ 13 മാർപ്പാപ്പയാണ് റേറും നൊവാരും എന്ന ചാക്രിക ലേഖനമെഴുതി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തി. അപ്പോൾ ലിയോ 13 മാർപ്പാപ്പയെ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് കിട്ടുന്ന വലിയൊരു ദാനമാണ് നമ്മുടെ പുതിയ പാപ്പ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാപ്പ ഒരുപക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയായിരുന്നിരിക്കണം. പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വിവിധ പേരുകൾ വരുന്നുണ്ടായിരുന്നു. അതേസമയം ആ പേരിലൊന്നും പെടാതെ വളരെ നിശബ്ദരായി നിന്നിരുന്ന ഈ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണെന്ന്, കരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം 133 കർദിനാളന്മാരിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അമേരിക്കക്കാരനായ ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദരിദ്രരുടെ പാപ്പ എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുക. കാരണം പെറു എന്ന രാജ്യത്ത് ദരിദ്രരുടെ പക്ഷം ചേർന്നുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ഒത്തുനിന്നുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരോടുകൂടി ജീവിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. സഭയിൽ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രം ഈ പാവങ്ങളോടുള്ള പക്ഷം ചേരലായിരിക്കും, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് കടന്നുചെല്ലലായിരിക്കും, അവഗണിക്കുന്നവരിലേക്കും കഷ്ടപ്പെടുന്നവരിലേക്കും കടന്നു ചെല്ലുന്നതായിരിക്കും. പ്രത്യേകിച്ച് മത്തായി സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങൾ, അന്ത്യവിധി ദിവസം കർത്താവ് പറയുന്ന വാക്കുകൾ, അത് ഈ മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക, പരദേശികളെ സ്വീകരിക്കുക, നഗ്നരെ ഉടുപ്പിക്കുക, രോഗികളെ ശുശ്രൂഷിപ്പിക്കുക, കാരാഗ്രഹവാസികളെ ചെന്ന് കാണുക. ഈ 5-6 കാര്യങ്ങളാണ് സുഖം കിട്ടാനുള്ള വഴിയെന്ന് ദൈവം കർത്താവായ യേശു സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുതിയ പാപ്പ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും സഭയുടെ ജീവിതത്തിലും നിഴലിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഈ മാർപ്പാപ്പ കേരളത്തെ അറിയുന്ന ഒരു മാർപ്പാപ്പയാണ്. നിങ്ങൾ കേട്ടതുപോലെ അഗസ്റ്റീനിയൻ സഭയിലെ ഒരു അംഗമാണ് പുതിയ പാപ്പ. ഈ അഗസ്റ്റീനിയൻ സഭയുടെ സുപ്പീരിയർ ജനറൽ എന്ന നിലയിൽ നമ്മുടെ വരാപ്പുഴ രൂപതയിലുള്ള, അതുപോലെ കോഴിക്കോട് രൂപതയിലുള്ള
അതുപോലെ തന്നെ കൊച്ചി രൂപതയിലുള്ള അഗസ്റ്റീനിയൻ സഭാ സമൂഹങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളികളെ, പ്രത്യേകിച്ച് കേരളക്കാരെ അറിയുന്ന ഒരു മാർപ്പാപ്പയാണിതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം നമുക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്, ഫ്രാൻസിസ് പാപ്പയാണ് അദ്ദേഹത്തെ 2023 കർദിനാളായിട്ട് നിയമിച്ചത്. മാർപ്പാപ്പയുടെ, ഫ്രാൻസിസ് പാപ്പായുടെ ശൈലി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിരിക്കും പാപ്പ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഫ്രാൻസിസ് പാപ്പ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഈ ലിയോ 14 പാപ്പ. ഫ്രാൻസിസ് പാപ്പ സ്നേഹിച്ചെന്ന് മാത്രമല്ല, എല്ലാ പദവികളും നൽകി അനുഗ്രഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ പഠനങ്ങളും ഫ്രാൻസിസ് പാപ്പയുടെ പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അത് തൻ്റെ ജീവിതത്തിലൂടെ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജനതകൾക്കും നൽകാൻ പാപ്പയ്ക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഈ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ലിയോ 14 പാപ്പ ലോകത്തിലെ 140 കോടി വരുന്ന കത്തോലിക്കരുടെ മാർപ്പാപ്പ മാത്രമല്ല, ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു പദവിയാണിത്. കാരണം ലോകത്തിൻ്റെ മനസ്സാക്ഷിയൊക്കെ ഉണർത്താനും തൊടുവാനും തിരുത്തുവാനൊക്കെ കഴിയുന്ന ഒരു മഹാവ്യക്തിത്വമാണ് മാർപ്പാപ്പയുടേത്. അപ്പോൾ ഈ മാർപ്പാപ്പ എന്ന പദവി ഉപയോഗിച്ച് ലോകത്തിൽ സമാധാനമുണ്ടാകാൻ, കാരുണ്യത്തിൻ്റെ ശബ്ദമാകാൻ, സ്നേഹത്തിൻ്റെ ഒരു വാതിലാകാനൊക്കെ പാപ്പയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഈ പുതിയ പാപ്പയെ കിട്ടിയതിൽ അഭിമാനിക്കാം, സന്തോഷിക്കാം, ആനന്ദിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, ഗൗദേത്തെ എറ്റ് എക്സുൽത്താത്തെ, ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും ആനന്ദിക്കാം, ആഹ്ലാദിക്കാം. കാരണം നമുക്കൊരു പാപ്പയുണ്ടായിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ മനസ്സിനിണങ്ങിയ, നമ്മുടെ ഹൃദയത്തിനിണങ്ങിയ ഒരു പാപ്പയെ. നമ്മുടെ എസെക്കിയേൽ പ്രവാചകനിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിനൊത്ത ഒരു ഇടയനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇടയനെ നൽകുമെന്ന്. നമ്മൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ പരമായിട്ട് നമുക്ക് വളരെ വിശുദ്ധനായ ഒരു പാപ്പയെ ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആ മട്ടുപ്പാവിൽ, സെൻറ്റ് പീറ്റേഴ്സിൻ്റെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കരഘോഷം മുഴക്കി അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വികാരപരമായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മുഖങ്ങളിലൂടെ മുഖത്തൂടെ കടന്നുപോയ ആ വൈകാരിക കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അപ്പം സഭയെ പഠിപ്പിക്കാൻ, സഭയെ വിശുദ്ധീകരിക്കാൻ, സഭയെ നയിക്കാൻ ദൈവം നിയോഗിച്ച ഈ വ്യക്തിയെ ദൈവം തന്നെ ഏറ്റെടുത്ത് അനുഗ്രഹങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ ഈ പാപ്പയ്ക്ക് നൽകുകയാണ്. പാപ്പ നീണാൾ വാഴട്ടെ എന്ന് നമ്മളെല്ലാവരും ഉറക്കെ വിളിച്ചു പറയുന്നു. ഈ പാപ്പ ലോകത്തിൻ്റെ ശബ്ദമാകട്ടെ. ഇവിടെ നമ്മുടെ ലോകത്ത് നിന്ന് പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. മരണത്തിനപ്പുറം ജീവിതമില്ല എന്ന് പറയുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. അതുപോലെ ഡ്രഗ്സ്, യുദ്ധങ്ങൾ, ദാരിദ്ര്യം, വളരെ കലുഷിതമായിട്ടുള്ളൊരു ചുറ്റുപാടാണ് നമ്മുടെ ലോകത്തിലുള്ളതെന്ന്. അത് വളരെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു സൈഡാണ്. എന്നാൽ പോസിറ്റീവായിട്ട് വളരെയധികം നല്ല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലോകത്ത് ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കടത്തിവിടാൻ
ഈ പാപ്പയ്ക്ക് കഴിയുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഇദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. പ്രത്യേകിച്ച് ദൈവശാസ്ത്രത്തിൽ ഊന്നിയ ഒരു വികസനം, ദൈവശാസ്ത്രത്തിൽ ഊന്നിയ ഒരു സഭാ മുന്നേറ്റം നടത്തുവാനായിട്ട് ഇദ്ദേഹം മാർപ്പാപ്പ ശ്രമിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പാപ്പാജി എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. ദൈവം അദ്ദേഹത്തെ കാത്തുകൊള്ളട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ പ്രാർത്ഥന വഴിയായി പാപ്പയുടെ കൂടെ നിൽക്കാം. പാപ്പ നീണാൾ വാഴട്ടെ. ഹബേമൂസ് പാപ്പ.